നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ പേഴ്സൺ നെക്സ്റ്റ് ആക്ഷൻ എങ്ങനെയായിരിക്കും, അതായത് നിങ്ങൾക്കൊരു ചെറിയ രീതിക്കെങ്കിലും ഹോപ്പ് വെക്കാനായിട്ടുണ്ടോ, അതായത് ഈ മന്തിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവോ എന്നുള്ളതൊക്കെ, എന്തെങ്കിലും ഒരു ആക്ഷൻസ് ആ ഒരു വ്യക്തി ഒരു മന്തിലെങ്കിലും എടുക്കുമോ എന്നുള്ള രീതിക്കും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. പക്ഷെ ഇത് ജനറൽ റീഡിംഗ് ആണ്. അത് ഞാൻ ഫസ്റ്റിലെ തന്നെ പറഞ്ഞേക്കാം, എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് ഫുള്ളി റെസനേറ്റ് ആവണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേഴ്സണൈസ്ഡ് റീഡിംഗ് എടുക്കുക. ഒന്നെങ്കിൽ എന്നെ കൊണ്ടെടുപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ടാരോട്ട് കാർഡ് റീഡേഴ്സിനെ കൊണ്ടെടുപ്പിക്കുക. ബട്ട് നിങ്ങൾ പേഴ്സണൈസ്ഡ് റീഡിംഗ് മസ്റ്റ് ആയിട്ട് എടുക്കുക. ഒരിക്കലും ഒരു ജനറൽ റീഡിങ്സ് കണ്ടിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ പിന്നെ വേറൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ചാനലിന് തെലുങ്ക് വ്യൂവേഴ്സ് ഉണ്ട്, തമിഴ് വ്യൂവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹിന്ദിക്കാർ കുറച്ച് പേര് കാണുന്നുണ്ട് ബേസിൽ. സോ എനിക്ക് തോന്നുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം നമ്മുടെ ചാനൽ അത്രയൊക്കെ റീച്ച് ആയിട്ടുണ്ട്. എല്ലാവരും എനിക്ക് കമന്റ് സെക്ഷനിൽ കമന്റ് ഇടാറുണ്ട്, പേഴ്സണൈസ്ഡ് റീഡിങ് ചോദിക്കാറുണ്ട്. സോ എനിക്ക് പക്ഷെ നമുക്ക് അവരോട് ചോദിച്ചു ആ ഒരു ഇതിൽ റീഡിങ് ചെയ്യാവോ ചോദിച്ചു. ബട്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ മലയാളികളായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എനർജിയിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ ഒക്കത്തില്ല ലാംഗ്വേജിൽ. ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഗൈഡൻസ് കുറെ ആളുകൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യവും സെൽഫ് ലവ് ചെയ്യാൻ പറ്റുന്നുണ്ട് മാം, നല്ലൊരു ഗൈഡൻസ് ആണ് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് ഡെയിലി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം, ലൈക്ക് അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു സന്തോഷമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. സോ ഓക്കെ, നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. ഫസ്റ്റിലെ ഞാൻ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ പറയുന്നുണ്ടാവും. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടെങ്കിൽ തുടർന്നുള്ള റീഡിങ്സും നിങ്ങൾക്ക് മാച്ച് ആയി തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണ് ഈ ഒരു ടൈമിൽ? ഓക്കെ, ഇവിടെ നിങ്ങളുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇവിടെ ഒരു സെൽഫ് ലവ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജീസിലാണ് നിൽക്കുന്നുള്ളത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഇവിടുന്ന് മൂവ് ഓൺ ചെയ്ത് ഈ ഒരു കണക്ഷനിൽ നിന്ന് പോകണമെന്ന് മനസ്സിലൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു പെയിൻ ഒക്കെ കാണുമ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ പ്രസന്റ് മൊമെന്റിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺ ആണ്, നല്ല രീതിക്ക് ഡൗൺ ആണ്. ഇമോഷണലി നിങ്ങൾ വളരെയധികം ലോ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഹാപ്പി ആണെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഹാപ്പിയാണ്, ഫൈൻ ആണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആണെന്നാണ് കാണിക്കുന്നത്. പക്ഷെ ശരിക്കും നിങ്ങൾ ഹാപ്പി അല്ല. ഡീപ്പ് ഇൻസൈഡ് നിങ്ങൾ ഒരു 8 ഓഫ് കപ്സിന്റെ എനർജിയിലാണ് ഉള്ളത്. നല്ല രീതിക്ക് ഡൗൺ ആണ്. ഇവിടെ നോക്കുവാണെങ്കിൽ 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്, സെലിബ്രേഷന്റെ എനർജി. കുറച്ച് പേരെങ്കിലും ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഇന്നത്തെ ദിവസം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം. അവിടെയും നിങ്ങൾ ഭയങ്കര ഹാപ്പി ആണെന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് അഭിനയിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ എക്സാക്ട്ലി നിങ്ങൾ ശരിക്കും നിങ്ങൾ ഹാപ്പി അല്ല. നല്ല രീതിക്ക് നിങ്ങൾ ഹാപ്പി അല്ല. നിങ്ങളുടെ മനസ്സിൽ നല്ല രീതിക്ക് ഒരു ട്രോമാസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നല്ല രീതിക്ക് പെയിൻ ഉണ്ടാവാം. ഒത്തിരി അധികം പെയിനിലാണുള്ളത് ഈ ഒരു മൊമെന്റിൽ. ഓക്കെ, പക്ഷെ അത് ആരോടെങ്കിലും തുറന്നു പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഇതൊന്ന് നമുക്കിപ്പോ നമ്മളുടെ ദുഃഖങ്ങളൊക്കെ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയൊരു ആശ്വാസം അല്ലെങ്കിൽ ചെറിയ ഹാപ്പിനെസ് നമുക്ക് വരാറുണ്ടല്ലേ. ഓക്കെ, അപ്പൊ അന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ വേണ്ടിയിട്ട് ആരുമില്ല. അതാണ് നിങ്ങളുടെ മെയിൻ പ്രശ്നം. ഓക്കെ, ഭയങ്കരമായിട്ടും നിങ്ങൾ ഡൗൺ ആണ്. നിങ്ങൾ ശരിക്കും ഒറ്റയ്ക്കാണെന്നുള്ള ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് നൈറ്റ് ടൈമിലൊക്കെ നിങ്ങൾ വെളിയിൽ ഇറങ്ങിപ്പോയി നിസ്സഹായ അവസ്ഥയിൽ മേ ബി മൂണിനെ നോക്കി നിൽക്കുന്നുണ്ടാവാം. ചിലരൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, മൂണിനെ നോക്കി നിൽക്കാറുണ്ട്. ഞാൻ നിൽക്കാറുണ്ട് കേട്ടോ. നൈറ്റ് ഒക്കെ ഞാൻ ഇങ്ങനെ നമ്മുടെ മൈൻഡ് കുറച്ച് ഇതാവുന്ന ടൈമിലൊക്കെ നമ്മളിങ്ങനെ വെളിയിലേക്ക് പോയി നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൂണിനെ നോക്കും, അല്ലെ ആകാശത്ത് നോക്കി നമ്മളിങ്ങനെ നിൽക്കാറുണ്ട്. അങ്ങനെ ചില ആളുകളുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല, എനിക്ക് അങ്ങനത്തെ ഒരു എനർജി ആരുടെയും ഒരു വൈബ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു എനർജി നമ്മൾ ഡൗൺ ആവുന്ന ടൈമിൽ ഒരു പക്ഷെ നമുക്ക് മൂന്ന് നോക്കുമ്പോഴേക്കും ഒരു ആശ്വാസം കിട്ടുമായിരിക്കും അല്ലെ. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ, നിങ്ങളുടെ ഒരു എനർജീസ് എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ശരിക്കും ഈ ഒരു ടൈമിൽ നിങ്ങളെ ആരെയും ശല്യം ചെയ്യാതെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആരും ഒരു തരത്തിലും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളത് ഈ ഒരു ടൈമിൽ. അപ്പം ആ ഒരു എനർജീസും എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്.
നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും ഒരു ഇമോഷൻസ് ഉണ്ട്, ഒരു ഫീലിങ്സ് ഉണ്ട്, ഒരു റേറ്റ് ഓഫ് കപ്സ് ഉണ്ട്. പക്ഷെ ഈ റേറ്റ് ഓഫ് കപ്സിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ഇമോഷൻസ്, ആ ഒരു ലവ്, അതിനെ ഒന്നും നിങ്ങൾക്ക് എന്താ പറയാ, ആ ഒരു എനർജിനെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, വീണ്ടും അതിനെ ആ ഒരു പഴയ ആ ഒരു 10 of cups എന്നുള്ള ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ആ ഫീലിങ്സ് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നില്ല നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു ടൈമിൽ. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പ് ബാക്ക്, ഈ ഒരു സെപ്പറേഷൻ ഫേസ്, അത് ഒരു 10 of cups എന്നുള്ള ഒരു എനർജിന്ന് ഒരു 8 of cups എനർജിയിലേക്ക് മാറിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ് ഈ ഒരു കണക്ഷനിൽ, ഒരു സോളിഡ് ഫൗണ്ടേഷൻ, ഒരു സ്റ്റെബിലിറ്റി ആണ് നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ സ്റ്റേബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതാണ് കൃത്യമായിട്ടുള്ള പോയിന്റ്. ഈ ഒരു കണക്ഷൻ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ബിക്കോസ് എന്താണ്, നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇനി ഈ ഒരു കണക്ഷനിൽ അങ്ങോട്ടേക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയിൽ ഈ ഒരു കണക്ഷൻ നിൽക്കത്തില്ല, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി സ്റ്റേബിൾ ആയിട്ട് ഇരിക്കത്തില്ല എന്നുള്ളൊരു ഗട്ട് ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നത്. നമ്മൾ ആകെപ്പാടെ ഒരു 6 കാർഡ്സ് മാത്രമായിരിക്കും റീഡിങ്സിൽ എടുക്കുന്നുള്ളത്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, എന്റെ വ്യൂവേഴ്സിന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗിവ് മീ 1 കാർഡ്, ഓൺലി 1 കാർഡ്. ഓക്കെ, 8 of cups വിത്ത് ജഡ്ജ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. ബോട്ടം ഓഫ് ദി എനർജി ആണ് ജഡ്ജ്മെന്റ് വന്നിട്ടുള്ളത് കേട്ടോ. ബോട്ടം ഓഫ് ദി ഡെക്ക് ആണ് ജഡ്ജ്മെന്റ് വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ടുള്ള നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അതിനൊരു മെയിൻ റീസൺ നിങ്ങൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സ്, അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ എന്താ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കണ്ടിന്യൂസ്ലി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ആ ഒരു ഓർമ്മകൾ, അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഓർമ്മകൾ, ആ ഒരു മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സ് നിങ്ങളെ നല്ല രീതിക്ക് നിങ്ങളെ അങ്ങ് ഹേർട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് നിങ്ങളെ ആ ഒരു, നമ്മള് സാധാരണ ഒരാളെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും തോന്നുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ ഏറ്റവും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കുറെ നിമിഷങ്ങൾ നൽകിയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷനെ കൊണ്ട് നിങ്ങൾക്ക് അത്രയ്ക്കും സന്തോഷം നിങ്ങളുടെ ലൈഫ് ടൈമിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇത്രയും ഒരു സന്തോഷം നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മാരേജ് ലൈഫിൽ പോലും ഇത്രയും ഒരു ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഒരു റിലേഷൻ നിങ്ങളെ ഒത്തിരി അധികം വേദനിപ്പിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ അത്രയധികം മോസ്റ്റ് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ വണ്ടർഫുൾ ആയിട്ടുള്ള കുറെ മൊമെന്റ്സ്, കുറെ മെമ്മറീസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കണക്ഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനെ വിട്ട് കളയാനും പറ്റുന്നില്ല. ഇതാണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഈ ഒരു കണക്ഷനിൽ നിൽക്കണോ, ഇതിന് മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ട് യൂണിവേഴ്സ് ഈ ഒരു കാര്യത്തിൽ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എനിക്ക് അനുകൂലമായിട്ട്, എനിക്ക് ഫേവറിൽ ഒരു തീരുമാനം യൂണിവേഴ്സ് തന്നിരുന്നെങ്കിൽ, ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് വളരെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ലെവലില്, അങ്ങനത്തെ ഒരു, അതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നത്, വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഡീപ്പായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിന്റെ ആ ഒരു ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്നുള്ള ആ ഒരു ന്യായത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു എനർജീസ് ആണ് നമുക്ക് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണെന്ന് നോക്കാട്ടോ. നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ഇവിടെ 6 of Pentacles എനർജീസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്ത് പോയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ടൈമിലാണെങ്കിലും ഇവർക്ക് ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണമെങ്കിൽ പോലും ഇവിടെ ഒരു ഇവരുടെ മദർ ആയിരിക്കാം മേ ബി തേർഡ് പാർട്ടി ആയിട്ടുള്ളത്. നിങ്ങളുടെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് എടുക്കാട്ടോ. നിങ്ങൾ മാരിഡ് ആണോ അൺമാരിഡ് ആണോ ഒന്നും എനിക്കറിയില്ല, ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾ മാരിഡ് ആണെങ്കിൽ ഇവരുടെ ഹസ്ബൻഡിന്റെ മദർ ആയിരിക്കാം ഇവിടെ തേർഡ് പേഴ്സൺ ആയിട്ട് വരുന്നുള്ളത്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ വീഡിയോ ലോങ് ആവും, അതുകൊണ്ടാണ് ലോങ് വീഡിയോ, അതുകൊണ്ടാണ് കൂടുതലായിട്ടൊന്നും ഡിസ്ക്രൈബ് ചെയ്യാത്തത്. നിങ്ങളുടെ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പം നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളുടെ മദർ ഇൻ ലോ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഒരു ലേഡിയുടെ എനർജീസ് ആണ് എനിക്ക് ഇവിടെ തേർഡ് പേഴ്സൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, തേർഡ് പേഴ്സൺ ഉണ്ട് ഇവിടെ ഈ ഒരു റിലേഷനിൽ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്. ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം മീറ്റ് ചെയ്തിട്ടുള്ളത്.
തുടക്കത്തിലൊക്കെ ഈ ഒരു കണക്ഷനിൽ ഒരു എന്താ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ ഇവിടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങളെ എന്താ നിങ്ങൾ ജീവനോട് ഉണ്ടോ എന്ന് പോലും ഈ ഒരു വ്യക്തി അന്വേഷിക്കുന്നുണ്ടാവില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ലവേഴ്സ് കാർഡാണ് കേട്ടോ, വിത്ത് വീൽ ഓഫ് ഫോർച്യൂൺ. ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ മേജർ അർഗാനയാണ്. ഇത് വരാനുള്ള ഒരു നിങ്ങളുടെ റിലേഷന്റെ ഫ്യൂച്ചറിനെയാണ് കാണിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ സൺ ആണ് കാണിക്കുന്നത്. സണ്ണും മേജർ അർഗാനയാണ്. ഓക്കെ, ഫ്യൂച്ചർ എനർജീസ് ആണ് കാണിക്കുന്നുള്ളത്. ഈ ഒരു ടൈമില് ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, സ്നേഹം ഇല്ലാഴികയൊന്നുമില്ല. സ്നേഹം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. പക്ഷെ സംടൈംസ് ഇവിടെ ലവേഴ്സ് കാർഡ് ഓപ്ഷൻസിനെയും പറയാറുണ്ട്. ഓക്കെ, ഓപ്ഷൻസ് ഉള്ളവർക്ക് ഓപ്ഷൻസ് ഇവിടെ അല്ലെങ്കിലും ഇവിടെ എനിക്ക് നിങ്ങളോട് ഒരു ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഒരു അട്രാക്ഷൻ, ഒരു ഫീലിങ്സ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവര് മേ ബി ചിന്തിക്കുന്നുള്ളത് നിങ്ങൾ ഇവരുടെ ഒരു സോൾമേറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു സോൾ ലെവൽ കണക്ഷൻ ഈ ഒരു വ്യക്തി ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ക്ലിയർ ആയിട്ട് അത് പറയാൻ നോക്കും. ഒരു സോൾ ലെവൽ കണക്ഷൻ നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു വ്യക്തി ഇപ്പം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലാണ്, ആക്ഷൻ ഒന്നും കാണുന്നില്ലെങ്കിൽ ഇവരൊരു കറക്റ്റ് സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ്. സമയമാകട്ടെ എന്നുള്ള ഒരു എനർജി ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സ് ആണ് കേട്ടോ. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന നമ്മുടെ യൂണിവേഴ്സ്, ഡിവൈൻ പവർ, അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു കണക്ഷനിൽ ഒരു റോള് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജീസ് വന്നിട്ടുള്ളത് ഡിവൈൻ ടൈമിങ്ങിനെയാണ് കാണിക്കുന്നുള്ളത്. അപ്പം ഡിവൈൻ ടൈമിംഗ് അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു കണക്ഷനിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ആ ഒരു ടൈമിൽ ഇവിടെ തേർഡ് പാർട്ടി പോകുന്നുണ്ടാവും. നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ടൊരു സൺ റേസ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ റിലേഷനിൽ. ഓക്കെ, ഈ ഒരു വ്യക്തിയാണെങ്കിലും ചിന്തിക്കുന്നത് ഇവരുടെ ലൈഫിലെ ലൈറ്റ് ആയിട്ടാണ് ഇവർ നിങ്ങളെ കാണുന്നുള്ളത്. ഓക്കെ, ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം നമ്മുടെ സൂര്യൻ ഉദിച്ചില്ലെന്നുണ്ടെങ്കിൽ ഫുൾ ഡാർക്ക് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞതാണ് അയാളുടെ ലൈഫിൽ നിങ്ങൾ ഇല്ലാത്ത ഒരു ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാത്ത ആ ഒരു മൊമെന്റ്സ് എന്ന് പറയുന്നത് ഇവരുടെ ലൈഫിൽ സൂര്യൻ ഉദിക്കാത്ത ഒരു ടൈം ഒരു ഇതിന് തുല്യമാണ്. പക്ഷെ അത് അവർ എക്സ്പ്രസ് ചെയ്യാത്തതിന് ഒരു മെയിൻ റീസൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഈ ഒരു കണക്ഷൻ ഡെസ്റ്റൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പം ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പിന് എന്തെങ്കിലും പർപ്പസ് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു ഡെസ്റ്റൈൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ നമുക്ക് ഇന്നർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് യൂണിവേഴ്സിന് എന്തോ ഒരു കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം എല്ലാ കണക്ഷൻസും ഡെസ്റ്റൈൻഡ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ചില കണക്ഷൻസ് ഒക്കെ ഡെസ്റ്റൈൻഡ് ആയിരിക്കും. അപ്പൊ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ യൂണിവേഴ്സിന് ചെയ്തു തീർക്കാനുണ്ട്. ആ ഒരു ഉദ്ദേശം നടക്കുന്നോടം വരെ യൂണിവേഴ്സ് ഇവിടെ നമ്മളെ ഈ ഒരു കണക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓരോ സ്ട്രഗിൾസിലൂടെ കൊണ്ടുപോകുന്നുണ്ടാവും. ഓക്കെ, യൂണിവേഴ്സ് പ്ലീസ് ടെൽ മീ ദി വ്യൂവേഴ്സ് ദി പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ്. പ്ലീസ് ഗിവ് മീ വൺ കാർഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോയിൻസ്. ഇവര് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഇവർക്ക് സ്നേഹമുണ്ട്. ഇവർ 4 ഓഫ് കോയിൻസിന്റെ എനർജിയിലാണ്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഇവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോഴും ഇവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. നിങ്ങളെ മറന്നൊന്നും കളഞ്ഞിട്ടില്ല. ഒരു പക്ഷേ നിങ്ങളുടെ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് എന്തെങ്കിലും ഒക്കെ സിറ്റുവേഷൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ട്രോമാസ് ഉണ്ടായിരിക്കാം. ഈ ഒരു ട്രോമാസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർ കമ്മിറ്റ്മെന്റ് തരാനായിട്ട് മടിക്കുന്നുണ്ടാവാം. അപ്പം നമ്മൾ ട്രോമാസ് ഒക്കെ ഒരു വ്യക്തിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിലർക്കൊക്കെ ഇതൊരു സിറ്റുവേഷൻഷിപ്പ് ആണ്. റിലേഷൻഷിപ്പ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സിറ്റുവേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു മാരിറ്റൈൽ റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള ഒരു എനർജീസ് ഒക്കെയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഒരാൾ സിംഗിൾ ആയിരിക്കാം, ഒരാൾ മാരിഡ് ആയിരിക്കാം. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ ആക്ഷൻ എപ്പോഴത്തേക്കായിരിക്കും എടുക്കുന്നുണ്ടാവുക? എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമോ ഈ ഒരു വ്യക്തി ഒരു മന്തില്? മൈ ഗോഡ്, ഗിൽട്ട്. നിങ്ങളോട് എന്താണോ ചെയ്തത് അതിന് ഈ ഒരു വ്യക്തിക്ക് ഗിൽട്ട് ഉണ്ട് നല്ല രീതിക്ക്. ഈ ഒരു മൊമെന്റില് നമുക്കത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യക്തി പക്ഷെ എനിക്ക് ഇവിടെ ഒരു ഫീൽ ചെയ്തൊരു കാര്യം, നിങ്ങളോട് സെൽഫ് ലവ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്. സെൽഫ് ലവ് ചെയ്യാനാണ് പറയുന്നുള്ളത്. ഇവരുടെ ഒരു അവസ്ഥയാണെങ്കിൽ ഒരു ഹീലിംഗ് ഫേസിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് ടൈം എടുക്കേണ്ടതായിട്ട് വരും. കുറച്ച് ടൈം എടുക്കുന്നുണ്ടാവും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷെ ഇതുവരെ നിങ്ങളുടെ ഈ ഒരു കണക്ഷനെ ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അവർ ജെനുവിൻ ആയിട്ട് ഈ ഒരു കണക്ഷനിൽ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം മുതൽ ഈ ഒരു കണക്ഷനെ അവർ നോക്കി കാണുന്ന രീതി ഒന്ന് മാറിയിട്ടുണ്ട്.
നേരത്തെ നോക്കി കണ്ടതുപോലല്ല ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനെ നോക്കി കാണുന്നത്. ഇതില് അവർക്ക് ചെയ്തതിന്, ഒരാൾക്ക് ഒരു കാര്യം ചെയ്തതിൽ അതിൽ റിഗ്രഷൻ ഉണ്ടെങ്കിൽ എന്താണ്, അവർ ഈ ഒരു കണക്ഷനെ കുറിച്ച് സീരിയസ് ആയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ സീരിയസ് അല്ലാത്ത, റിഗ്രഷൻ ഇല്ലാത്ത ഒരു വ്യക്തികളും അവർ ചെയ്തു പോയിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു പശ്ചാത്താപം ഉണ്ടാവത്തില്ല. ഈ പശ്ചാത്താപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു വ്യക്തിയുടെ വാല്യൂ മനസ്സിലായി എന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ, അപ്പം ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ. നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ട്, യൂണിവേഴ്സ് ആയിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ പറയത്തില്ല എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കത്തേ ഇല്ല. അപ്പൊ നിങ്ങൾ ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് പേടി വരും. എത്ര വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമല്ലോ. റൈറ്റ്നെസിന്റെ എനർജീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ബോർഡൻ ആണ് ബോട്ടം ഓഫ് ദി ഡെക്കിൽ വന്നിട്ടുള്ളത്. എക്സിസ്റ്റൻസ്, ഇവിടെ യൂണിവേഴ്സ് ആണ് മെയിൻ ആയിട്ടൊരു റോൾ പ്ലേ ചെയ്യുന്നുള്ളത്. എക്സിസ്റ്റൻസിന്റെ കാർഡും വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാർഡും, പിന്നെ നമുക്ക് ജസ്റ്റ് റീസെന്റ് ആയിട്ട് സൺ കാർഡും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം യൂണിവേഴ്സിനെ കാണിക്കുന്ന കാർഡുകളാണ്. ഇപ്പൊ ബോർഡന്റെ ഈ ഒരു എനർജീസും റൈറ്റ്നെസിന്റെ എനർജീസും ഇവിടെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുവാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ ഒരു നോ ആണ് ആൻസർ. അപ്പൊ ഇവിടെ ഡിവൈൻ ടൈമിംഗ് ആണ് നിങ്ങൾക്കുള്ള ആൻസർ. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ഈ ഒരു വ്യക്തി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഡിവൈൻ ടൈമിങ്ങിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇപ്പൊ ഈ ഒരു ടൈമിൽ ഈ റിലേഷൻഷിപ്പിന് ഓരോ എഫോർട്ടും എടുക്കണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്. ഓരോ എഫോർട്ടും എടുക്കണ്ട, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളിൽ ഫോക്കസ്ഡ് ആവുക. ഓക്കെ, യാതൊരു തരത്തിലുള്ള എഫോർട്ടും എടുക്കണ്ട. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഫ്രൂട്ട്, ഒരു ട്രീയിൽ ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്നു, അത് പഴുത്ത് താഴെ വീഴാനായിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ടൈമിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാലാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ടും, അതിൽ ഇപ്പം നിങ്ങള് ഒരു ഫ്രൂട്ട് പഴുക്കുന്നതായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജീസിലാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഫ്രൂട്ട് പഴുത്ത് വരാനായിട്ട് അതിൻ്റെതായിട്ടുള്ള സമയങ്ങളുണ്ട്. നമുക്കതിന് ഫോഴ്സ്ഫുള്ളി അത് പഴുത്ത് വരണമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അത് അതിൻ്റെതായിട്ടുള്ള ടൈമിൽ പഴുക്കുന്നുണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു റിലേഷനും അതാതായിട്ടുള്ള ആ ഒരു ടൈമിൽ മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന ആ ഒരു ടൈമിൽ മാത്രമായിരിക്കും ഗ്രോ ചെയ്യുന്നുണ്ടാവുക, അതിനിപ്പുറം ഇല്ല. ഓക്കെ, ഇവിടെ ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്ന ആ യൂണിവേഴ്സിന്റെ ആ ഒരു ടൈമിലായിരിക്കും. കാരണം ഇയാൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു റിയലൈസേഷൻ ഉണ്ടാക്കുകയാണ്. നിങ്ങളുടെ വർത്ത്, നിങ്ങളുടെ വാല്യൂ ഒക്കെ ഈ ഒരു വ്യക്തിക്ക് യൂണിവേഴ്സ് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു എനർജിയിൽ അയാൾക്ക് നിങ്ങളുടെ വർത്ത് മനസ്സിലായി ഫുൾ അയാൾ ലെസൺസ് ലേൺ ചെയ്താലേ നിങ്ങളുടെ ലൈഫിൽ പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കത്തുള്ളൂ. അതർവൈസ് നോട്ട്. മനസ്സിലായോ? അല്ലെങ്കിൽ നിൽക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇയാളെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, അല്ല യൂണിവേഴ്സ് നമുക്ക് എത്രയൊക്കെ ടാസ്കുകളും കാര്യങ്ങളും തന്നെന്ന് പറഞ്ഞാൽ അതിലൊക്കെ ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ ഒരിക്കലും യൂണിവേഴ്സിനെയോ ഡിവൈൻ പ്ലാനിനെയോ ബ്ലെയിം ചെയ്യാതിരിക്കുക. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കാഴ്ചകൾ വന്നിട്ടുള്ളത്. ഇത് നിങ്ങളോട് സെൽഫ് ലവ് ചെയ്യാനാണ് പറയുന്നത്. ഇവര് ചെയ്തിട്ടുള്ള പ്രവൃത്തികളൊക്കെ ഇവരെ നല്ല രീതിക്ക് ഇതാക്കുന്നുണ്ട്. ഇവർക്ക് ശരിക്കും അത് കൊള്ളുന്നുണ്ട് ആ ഒരു പ്രവൃത്തികൾ. ഇവർക്ക് നിങ്ങളുള്ള സ്നേഹം കൂടി വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാതിരുന്നോണ്ട് ആ ഒരു വ്യക്തി സ്നേഹം കുറഞ്ഞു പോവോ, അയാൾ പോവോ എന്നുള്ളൊരു ചിന്തയിലൊന്നും നിങ്ങൾ ഇരിക്കണ്ട. നിങ്ങൾ എപ്പോഴും ഒരാളെ ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്യണം എന്നില്ല അവരെ. നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ട് ഒരു വ്യക്തി 24/7. നമ്മൾ അവരെ റിയൽ ആയിട്ട് സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ. ഓക്കെ, സോറി, ക്യാമറ ഇടയ്ക്കൊന്ന് കട്ടായി. അപ്പം നമ്മളൊരാളെ പ്ലീസ് എന്നെ ഓർക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ കൊണ്ട് നോക്കിച്ചുകൊണ്ടിരിക്കേണ്ട, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഓക്കെ, അവർക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഓർക്കുന്നുണ്ടാവും, നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും, അവരുടെ മിസ്റ്റേക്സ് റിയലൈസ് ചെയ്ത് അവർ വരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഒരാളെ കൊണ്ട് നമ്മളെ ഓർക്കണം, നമുക്ക് മെസ്സേജ് അയക്കണം, നമ്മൾ കൈയും കാലും പിടിച്ച് അധികം നാളെ നിൽക്കത്തില്ല. എപ്പോഴും അവിടുന്ന് ഒരു ഓപ്പോസിറ്റ് ഒന്നും ഒരു ജനവരായിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത്, ലോയൽ ആയിട്ടുള്ള ഒരു എനർജീസിൽ അവർക്ക് നിൽക്കാൻ പറ്റണം. അപ്പോഴായിരിക്കും നമുക്ക് അതൊരു ലോങ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും, ഒരു ലൈഫ് ലോങ് എനർജിയിൽ ആ ഒരു റിലേഷൻ നിൽക്കുന്നുണ്ടാവുക. അതർവൈസ് നോട്ട്. കേട്ടോ? അപ്പൊ നിങ്ങൾ ആരുടെ എഫോർട്ടിന് വേണ്ടിയിട്ട് കയ്യും കാലം പിടിക്കാതിരിക്കും. നമ്മൾ കയ്യും കാലം പിടിച്ചു വാങ്ങുന്ന സ്നേഹമൊക്കെ ആണെങ്കിൽ കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ, ഒന്നും ചെയ്യല, അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവത്തില്ല. അപ്പൊ നിങ്ങളിപ്പം കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തു, ഓക്കെ, നിങ്ങൾക്കുള്ളതാണെങ്കിൽ എത്ര വർഷവും മാസവും കഴിഞ്ഞിട്ടാണല്ലോ അവർ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ടാവും. സോ അത് ഓർത്തിട്ട് നിങ്ങൾ വറീഡ് ആവുമെന്ന് വേണ്ട. പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ ഒരു സ്നേഹിക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങളുടെ ആത്മാർത്ഥമാണ്, ഉറപ്പായിട്ടും അവർക്കത് ഏതെങ്കിലും ഒരു കാലത്ത് അത് റിയലൈസ് ആവുമായിരിക്കും. ഏതെങ്കിലും ഒരു കാലത്ത് റിയലൈസ് ആയി അവർ തിരിച്ചു വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും ഏതെങ്കിലും ഒരു കാലത്ത് വന്നിട്ട് എന്താ കാര്യം എന്നുള്ളത്. അപ്പം നിങ്ങളെപ്പോലെ തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി. ഒരു മിനിറ്റ്. സോ അപ്പം ആ ഒരു അനാലിസിസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു വന്ന എന്തായിരുന്നു,
പറഞ്ഞു വന്നത് വെയിറ്റിംഗിന്റെ എനർജീസ്. അപ്പം ഒരു വ്യക്തി കുറെ കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എന്താ കാര്യം എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് എന്താ പറയാ ഇപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി ആയിട്ട് അവരുടെ മൈൻഡിലും കുറെ അധികം തോട്ട്സുകളും കാര്യങ്ങളും ഉണ്ടാവും. അവരും ഒരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ തന്നെ 24/7 ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അയാൾ. നമുക്കിപ്പോ നിങ്ങളുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് പറ്റാത്തതുപോലെ അവരുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്കും പറ്റുന്നുണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പം എല്ലാ കാര്യങ്ങളും ഈ ഒരു മൊമെന്റിൽ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഇതാണ് ലൈഫ്. ശരിക്കും ലൈഫ് എന്ന് പറയുന്നത് നമ്മളെ കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യിപ്പിക്കാനും കുറെ കാര്യങ്ങൾ നമ്മുടെ ഇമോഷൻസിനെ എന്താ ബാലൻസ് ചെയ്യിപ്പിക്കാനായിട്ടും ഒക്കെ പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇമോഷണൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ടായിരിക്കണം മേ ബി ഇതൊരു ലെസൺ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ചില റിലേഷൻസ് നമ്മളെ കുറച്ച് ലേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ്. ചിലതൊക്കെ നമ്മുടെ ലവ് ഓഫ് ലൈഫ് എന്നുള്ള എനർജീസിൽ നിൽക്കുന്നുണ്ടാവും. ബട്ട് കാർമിക് കണക്ഷൻസ് ഒക്കെ ബ്രേക്ക് ആയി പോവും. അതിന് വേണ്ടിയിട്ട് ഓർത്ത് നിങ്ങൾ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല. സോ നിങ്ങളുടെ കണക്ഷൻ കാർമിക് ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. കാരണം നിങ്ങൾക്കത് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ടോക്സിക് ആയിട്ടുള്ള വെയിലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കാർമിക്സ് ആണ്, അതെല്ലാം ബ്രേക്ക് ആയി പോകും. സോ അത് പോയല്ലോ എന്ന് ഓർത്തിട്ട് നിങ്ങൾ ആ ഒരു എനർജിയുടെ പുറകെ നടക്കാതിരിക്കുക. നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, ഫോക്കസ്ഡ് ആവുക, സ്പിരിച്വാലിറ്റിയിൽ കൂടുതലായിട്ടും ക്ലോസ് ആവുക. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും കാർമിക്സിനെ മീറ്റ് ചെയ്യുന്നത് നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യാനായിരിക്കും. ഓക്കെ, എല്ലാവരും അല്ല, വളരെ റെയർ കേസസ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ കാർമിക്സ് വഴി ഡീൽ ചെയ്യുന്നത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യാനായിരിക്കും, അല്ല സോൾമേറ്റിനെ മീറ്റ് ചെയ്യാനായിരിക്കും. സോ എപ്പോഴും എന്ത് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ഡൗൺ ആവാൻ പാടില്ല. എപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ടുണ്ടാവണം. നമ്മൾ എന്താ പറയാ, നമ്മള് ജസ്റ്റ് ഒന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. വേറെ ആരും ഉണ്ടാവില്ല നമ്മളെ പ്ലീസ് പോട്ടെ സാരമില്ല എല്ലാം ഓക്കെ ആവും പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും അവരവരാണ് പ്രയോറിറ്റി. അപ്പം നമുക്ക് പ്രയോറിറ്റി ആരും തരുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ തന്നെ നമുക്ക് പ്രയോറിറ്റി കൊടുക്കണം. നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കണം ഒത്തിരി അധികം. അപ്പോഴാണ് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നമ്മളെ എന്താ അത്രയും ഇതായിട്ട് സ്ട്രോങ് ആക്കി വെക്കാൻ പറ്റുന്നുണ്ടാവണം. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ്. പിന്നെ നമ്മൾ റീഡിങ്സ് വളരെ കുറച്ചായിരിക്കും എടുക്കുന്നുണ്ടാവുക, 2 എണ്ണേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് പ്ലീസ് റീഡിങ് ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ടയേർഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നർ വർക്കും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്നുണ്ടാവും. അഹങ്കാരം കൊണ്ടല്ല റീഡിങ് എടുക്കാത്തത്, അത് റീഡിങ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കുറെ എനർജീസ് അങ്ങ് പോകുന്നുണ്ടാവും, ഭയങ്കര ഡൗൺ ആയി പോകുന്നുണ്ടാവും. നമ്മളങ്ങ് നമുക്ക് ഓർക്കും പെണ്ണിന് വീഡിയോ ഡെയിലി ഇട്ടാൽ എന്താ കുഴപ്പം എന്നൊക്കെ വിചാരിക്കും. നമ്മുടെ കുറെ എനർജീസ് അതിൽ പോകുന്നുണ്ട്, നമ്മൾ ഇന്നർ വർക്ക് ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ലൈഫിൽ. ഞാൻ ആ ഒരു എനർജി മൊത്തം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഇന്നർ വർക്ക് വെറും 0 ആയി പോകുന്നുണ്ടാവും. എന്റെ ടൈം ഞാൻ വേസ്റ്റ് ചെയ്തത് വെറുതെ ആയി പോകുന്നുണ്ടാവും. അപ്പം എല്ലാവരും സെൽഫ് ലവ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, യൂണിവേഴ്സായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയിട്ടിരിക്കുക, നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.